അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മജ്ബൂസ് റെസിപ്പിയാണ്. അറേബ്യൻ ഫുഡ് മിക്ക ആളുകൾക്കും വളരെ ഇഷ്ടമാണ് അല്ലേ, പ്രത്യേകിച്ച് കബ്സ, മജ്ബൂസ് ഒക്കെ. അപ്പോൾ ഇന്ന് വളരെ ഈസി ആയിട്ട് അറേബ്യൻ മജ്ബൂസ് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കുവാനായി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് സെല്ല ബസ്മതി റൈസാണ്. ഇത് ഒരു അരമണിക്കൂറെങ്കിലും വെള്ളത്തിൽ കുതിർത്തി വെക്കുക. ഞാനിപ്പോൾ ഇതാ നല്ലതുപോലെ കഴുകി കുതിർത്താനായി വെച്ചിട്ടുണ്ട്. ഇത് തയ്യാറാക്കുവാനായി ഞാൻ ഇവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിൻ്റെ ആ വലിയ പീസുകളൊക്കെ ഒന്ന് നല്ലപോലെ വരയിട്ട് കീറി കൊടുക്കുക. ഇപ്പോൾ ഇതാ എല്ലാ പീസുകളും ഒന്ന് കഴുകി വൃത്തിയാക്കി കീറി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മജ്ബൂസ് തയ്യാറാക്കുവാനായി ഒരു വലിയ കടായി അടുപ്പത്ത് വെച്ച് അതിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യും 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലുമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതിലോട്ട് മീഡിയം വലിപ്പത്തിലുള്ള 3 സവാള നീളത്തിൽ കട്ട് ചെയ്തത് ഇതിലോട്ട് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഉള്ളി ചെറുതായിട്ടൊന്ന് വഴറ്റി വന്നതിന് ശേഷം അതിലോട്ട് 1 ടീസ്പൂൺ കുരുമുളക്, ഒരു 4-5 ഏലക്കായ, കുറച്ച് ഗ്രാമ്പൂ, ഒരു 2 ബേ ലീഫ്, ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഷാജീരകം ചേർത്ത് കൊടുക്കാം. പക്ഷേ എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഇപ്പോൾ ഞാൻ ചേർത്തിട്ടില്ല. 1 ടീസ്പൂൺ ചെറിയ ജീരകം. ഷാജീരകം ചേർത്ത് കൊടുത്തില്ല എന്നതുകൊണ്ടൊരു കുഴപ്പവുമില്ല, വേണമെങ്കിൽ ഉള്ളവർ ചേർത്ത് കൊടുത്താൽ മതി. ഇതെല്ലാതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഈ സമയത്ത് ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഞാനിപ്പോൾ അതിൻ്റെ പേസ്റ്റാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നല്ലതുപോലെ വഴറ്റിയതിന് ശേഷം ഇതിലോട്ട് തക്കാളി അരച്ചതൊന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലോട്ട് 3 വലിയ തക്കാളിയാണ് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്തിട്ടുള്ളത്. അതിൻ്റെ കുരുവും തൊലിയും ഒന്നും തന്നെ കളഞ്ഞിട്ടില്ല. 3 തക്കാളി കട്ട് ചെയ്ത് അതേപോലെ തന്നെ അരച്ചെടുത്തതാണ്. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലോട്ട് ഉണങ്ങിയ ചെറുനാരങ്ങ 2 എണ്ണം, അതും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇതിൽ 2 കഷ്ണം പട്ടയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അത് വീഡിയോയിൽ ഉൾപ്പെട്ടിട്ടില്ല. ഇനി ഇതിലോട്ട് ആവശ്യമായ ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി യോജിപ്പിച്ചെടുക്കുക. ഇതെല്ലാം നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ അതിലോട്ട് ഓരോരോ പീസായിട്ടൊന്ന് വെച്ച് കൊടുക്കാം. ചിക്കൻ ചേർത്തതിന് ശേഷം 2 മിനിറ്റെങ്കിലും ഫ്ലെയിം കൂട്ടി വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ചിക്കൻ്റെ ആ പിങ്ക് കളറെല്ലാം മാറി നല്ല വെള്ള നിറം ആയി വരുന്നത് വരെ ഹൈ ഫ്ലെയിമിലിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വേവിച്ചെടുക്കുക. ഇനി ഇത് നല്ലതുപോലെ മൂടി വെച്ചൊന്ന് 15 മിനിറ്റ് ചെറിയ തീയിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് 15 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് ചിക്കനെല്ലാം നല്ലപോലെ വെന്ത് പാകമായി വന്നിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലോട്ട് 250 ml 3 കപ്പ് വെള്ളം ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ തക്കാളി അടിച്ചെടുത്ത മിക്സിയുടെ ജാറിൽ വെള്ളം എടുത്തിട്ടാണ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. 250 ml 4 കപ്പ് അരിയിലോട്ട് 6 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ആകെ ആവശ്യമുള്ളത്. അതിൽ 3 കപ്പ് വെള്ളം ഞാൻ ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അളവെല്ലാം കൃത്യമായിരുന്നാൽ മാത്രമേ നല്ല രീതിയിൽ കുക്ക് ചെയ്തെടുക്കാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ ഇതാ ആ 3 കപ്പ് വെള്ളവും ചേർത്ത് ഞാൻ നന്നായിട്ടൊന്ന് മൂടി വെച്ച് ചെറിയ തീയിലൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ചിക്കനെല്ലാം ഇതിൽ കിടന്ന് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഈ ഗ്രേവിയിൽ ഇതെല്ലാം കിടന്ന് വെന്ത് നല്ലൊരു സ്മെല്ല് തന്നെ വരുന്നുണ്ട്. ഇനി ഇതിലെ ചിക്കനെല്ലാം ഒരു പാത്രത്തിലോട്ട് അങ്ങ് മാറ്റി കൊടുക്കണം. ഇതുപോലെ എല്ലാ ചിക്കനും മാറ്റിയെടുത്തതിന് ശേഷം ഇനി ഈ ഗ്രേവിയിലോട്ട് നമ്മൾ ഊറ്റി വെച്ച അരി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക.
ഇതിന് ആകെ 6 കപ്പ് വെള്ളമാണ് വേണ്ടത്. ഇപ്പോൾ ഞാൻ 3 കപ്പ് വെള്ളം ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് അരി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി ചേർക്കാനുള്ള ബാക്കി 3 കപ്പ് വെള്ളം നല്ല തിളച്ചത് ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ചെറിയ തീയിലൊന്ന് മൂടി വെച്ച് വേവിക്കുക. അരിയും ഗ്രേവിയും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇനി അതിലോട്ട് ആവശ്യമായ ഉപ്പും ചേർത്ത് കൊടുക്കണം. ഗ്രേവിയിൽ ആദ്യം ഉപ്പ് ചേർത്തത് കൊണ്ട് അരിയിലോട്ടുള്ള ഉപ്പ് മാത്രം ഇപ്പോൾ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ചെറിയ തീയിലൊന്ന് മൂടി വെച്ച് 15 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ആ സമയം കൊണ്ട് അതിൽ നിന്നും കോരിയെടുത്ത ചിക്കനെല്ലാം ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് വേണമെങ്കിൽ ചെയ്താൽ മതി, നിർബന്ധമൊന്നുമുള്ളതല്ല. ഇതിലോട്ട് പ്രത്യേകിച്ച് മസാലയൊന്നും ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. ഓൾറെഡി എല്ലാ മസാലയും ചേർത്ത് വേവിച്ച ചിക്കനാണല്ലോ. ചെറുതായിട്ടൊന്ന് മൊരിയിച്ചെടുത്താൽ മാത്രം മതി. ഇപ്പോഴിതാ ചെറുതായിട്ട് 2 ഭാഗവും ഒന്ന് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ ചെയ്താൽ മാത്രം മതി, നിർബന്ധമൊന്നുമില്ല. ആ സമയം കൊണ്ട് ഇതാ റൈസെല്ലാം ഇപ്പോൾ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. പാകത്തിന് കറക്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ വേണം വേവിച്ചെടുക്കാൻ. ഇടയ്ക്ക് അടപ്പ് തുറന്നൊന്ന് ഇളക്കി കൊടുത്ത് മസാല എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഒന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും മൂടി വെച്ച് ചെറിയ തീയിൽ തന്നെ ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പോഴിതാ റൈസ് നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം അടുപ്പിൽ നിന്നും മാറ്റി കൊടുക്കാം. അങ്ങനെ നമ്മുടെ മജ്ബൂസിൻ്റെ റൈസും ചിക്കനും ഒക്കെ ഇവിടെ നല്ല രീതിയിൽ കുക്കായി കഴിഞ്ഞു. നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്നില്ലേ, കുഴഞ്ഞു പോവാതെ ഒട്ടിപ്പിടിക്കാതെ നല്ല രീതിയിൽ റൈസ് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ചൂടോടുകൂടെ തന്നെ നമുക്ക് പ്ലേറ്റിലോട്ടൊന്ന് മാറ്റി കൊടുക്കാം. റൈസെല്ലാം വിളമ്പിയതിന് ശേഷം ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇതിൻ്റെ മുകളിലോട്ടൊന്ന് നിരത്തി കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു മജ്ബൂസ് റെസിപ്പിയാണിത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു പുതിയ വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം.